വെൽക്കം ടു യൂട്യൂബ് ചാനൽ ടീസ്റ്റാ വ്ളോഗ്സ്. ഇപ്പൊ സമയം ഉച്ച തിരിഞ്ഞു കഴിച്ചു. മൂന്നര കഴിഞ്ഞു പറഞ്ഞതാ, എടുക്കണ സമയം പറഞ്ഞതാ 3:30 ആയി. ഇപ്പോഴാണ് നമ്മള് മഴയൊക്കെ കഴിഞ്ഞൊരു വെളിച്ചം കാണുന്നത് അല്ലേ? മഴയൊക്കെ മാറി വീണ്ടും പുറത്തൊക്കെ ചെറിയ വെളിച്ചൊക്കെ വന്ന് നല്ല സെറ്റായി തുടങ്ങി. ഇന്ന് ഭയങ്കര വെയിലായിരുന്നു അല്ലേ? വെയിലാണെങ്കിൽ ഭയങ്കര വെയിലും, മഴ ആണെങ്കിൽ ഭയങ്കര മഴ. അങ്ങനെയാ, ആകെ പ്രതിസന്ധിയിലാണ് ഗൈസ് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. നമ്മളെ വൈകുന്നേരത്തെ പരിപാടികൾ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അതെ, അതിന് മുന്നേ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ് ഗൈസ്. അതായത് നമ്മള് ഒരു പുതിയ കാര്യം നമ്മള് ഇനി അത് പോണ വഴിക്ക് പറയാം. അതല്ല, ചക്കരവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കണ കണ്ടോ നീ? ഉറങ്ങിയുള്ളവൻ ഉച്ചക്കലത്ത് ഉറക്കം വരുന്നുണ്ടോ? നീ ഉറക്കി? അപ്പൊ നീ നേരത്തെ ഉറക്കണ്ടായില്ലേ? രാവിലെ തുറക്കാം, 12 മണി. പിന്നെ വൈകുന്നേരം ഉറക്കും. എന്താ സുഖല്ല അവന്. അവനെന്തേ എവിടെ ഉറക്കള്ള? എന്തിനാ പാലെടുത്ത? നീ എന്തിനാ ഒച്ചെടുക്കണ്ടായേ? ഹസ്ബേബി ഇതിൽ ഒച്ചെടുക്കണ്ടായേ? ഞാനിവിടെ ആക്കി പോയ നീ ഒച്ചെടുക്കണ്ടായേ? വീഡിയോ കിടന്നിരുന്ന് ആടിക്കൊണ്ടിരിക്കുക. കൊച്ച് എക്സസൈസ് ചെയ്ത് ചെയ്യും. അത് ശരിയാട്ടാ, അങ്ങനെ ചെയ്തിട്ട് ആളിങ്ങനെ കമ്മല് കിടക്കൂലേ? കിടക്ക്, എക്സസൈസ് ചെയ്യ്. എന്തേ വിഷമിച്ചിരിക്കണേന്ന്? കറണ്ട് ബില്ല് കുറവാണ് ഇപ്രാവശ്യം. എത്ര? 2240. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു? 6000. എന്താ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ മോട്ടർ അടിക്കണ്ടായില്ലോ. പിന്നെ എ സികളെല്ലാനും ഓണാണ്, ഫുൾ ടൈം ഓണായിരുന്നു. ഇപ്രാവശ്യം കുറഞ്ഞു, 3000 താഴെ മച്ചായി. ഈ പ്രാവശ്യം മഴ കൊണ്ട് എ സി അധികം ഇട്ടിട്ടില്ല. എ സി ഇടുന്നുണ്ട്. എ സി ഫുള്ള് പകലൊന്നും ഇടണില്ലല്ലോ ഇപ്പൊ, രാത്രി മാത്രല്ലേ ഇടുന്നുള്ളൂ. മുമ്പ് കൊച്ചിനെ എപ്പോഴും എ സി ഇട്ടോണ്ടിരിക്കല്ലായിരുന്നു. കുറവാണ്. ഓ മൈ ഗോഡ്, എന്ത് ചെയ്യണേ? ഇതെന്തോരടി ഇത്? ഇതെന്തോറന്നിട്ടേ? എന്താ ഇട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാ പാക്കറ്റ് മുഴുവൻ ഇട്ടത്. ഇവിടെ വെള്ളം കൂടി അങ്ങോട്ട് കിടക്കുന്നുണ്ട്. പാക്കറ്റ് മുഴുവൻ അതിന്റെ ഉള്ളുണ്ട്. ഇതെന്തോരട്ടെ? ഇതിനകത്ത് നിറക്കൊള്ളില്ല, നിറഞ്ഞ് വലുതായി വരും. ഇതെന്തോ ഇത്രയ്ക്കൊന്നും വലിയ പാത്രത്തേക്ക് ഇടാൻ പോരെ? ഇത്രയ്ക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതവിടെ ഇരുന്നോട്ടണ നാശമില്ലോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആ ചേട്ടൻ എപ്പോഴും എടുത്തു തരണോ നമുക്ക്? ഏതേട്ടൻ? കസ്കസ് ഇടാൻ വേണ്ടിട്ട് ആ ചേട്ടനെ എടുത്തു വെക്കണല്ലേ? ഇത് അരമണിക്കൂർ ഇട്ടാ മതി. ഇത് വലിയ ഇതിലിട്ട് വെക്കണ അരമണിക്കൂർ ഇട്ടാ മതി. ഞാൻ സൂര്യ ചേച്ചിനെ വിളിച്ചു ചോദിച്ചു എത്ര മണിക്കൂർ എത്ര സമയം ഇടണം. വലിയത് വലിയ പാത്രത്തിലിട്ട് വെക്കണം. പടിയിലും കൂടെ ഇടാൻ സ്ഥലമുണ്ടോ? പഴാണ്. പഴം പിന്നെ എന്നിട്ട് മുട്ടയും അടിച്ച് എന്നിട്ട് ചൂടും. അന്നിങ്ങനെ ഉണ്ടാക്കിട്ട് ഈ കല്ലില് ബട്ടർ ഇട്ടിട്ടല്ലേ? ഓ, അതാണ് അവന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഈവനിങ് സ്നാക്ക് അവന്റെ. അതാണ് ഇടക്കിടക്ക് ഞാൻ മാറ്റൂട്ടാ. അതില് പൈനാപ്പിൾ ആപ്പിൾ ഇട്ട് കഴിഞ്ഞാലും നല്ലതാണോ? ആപ്പിളും മുട്ടയും കൂടി ഉണ്ടാക്കണ ഒരു സാധനം ഞാൻ വീഡിയോയില് കണ്ടിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഇച്ചിരി വലുതാക്കി ഉണ്ടാക്കി. ഇത്ര വലുതാക്കി ഉണ്ടാറില്ല, ചെറുതാക്കിട്ടല്ലേ ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് ഒരെണ്ണം എനിക്ക് ഉണ്ടാക്കിയാലോ? അത് അത്ര കരിക്കല്ലടി. എന്തിട്ടടി അത് കളഞ്ഞ നീ? ഗൈസ് ഇത് കണ്ടോ നിങ്ങള്? ഇത് നമ്മള് സ്മൂത്തി അടിക്കാൻ വേണ്ടിട്ട് വെച്ചേക്കണതാ അല്ലേ പൊന്നൂസേ? എന്തൊക്കെയാ ഇതിനകത്തുള്ള? ഓട്സ്, ഇത് എന്നിട്ട് പഴത് റോബസ്റ്റ് പഴം, 2 ഡേറ്റ്സ്. 2 ഡേറ്റ്സ് ഒന്നുമില്ല, അതിൽ കൂടുതൽ ഡേറ്റ്സ് ഉണ്ട്. 2 ഡേറ്റ്സ് ഒരെണ്ണം എനിക്ക് ഇടാൻ പാടുള്ളൂ. അങ്ങനെ ഇട്ടാ മതിയായിരുന്നു. രാഗി 2 ഡേറ്റ്സ് ഇട്ടാ മതിയാ? ഞാൻ 5-6 ഇട്ടുണ്ട്. ഡേറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇടാനായിട്ടതാ കസ്കസ്, ചിയ സീഡ്സ്, ഇതൊക്കെ കൂടി അടിക്കും. ഇതൊക്കെ അടിച്ചിട്ട് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കും. അതാണ് നമ്മുടെ പരിപാടി. ജിമ്മിലേക്ക് അറിയോ? ഞാൻ തുടങ്ങി
ഓർമ്മിപ്പിക്കല്ലേ മോനെ. എന്ത് തുടങ്ങിയ ജിമ്മ് തുടങ്ങിയത്. കാര്യം അപ്പൊ നമ്മള് ജിമ്മിൽ പോവാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കല്ല ഞങ്ങളുടെ ഒരു പൊന്നിസിനറിയാം പൊന്നിസ് കുറച്ച് വണ്ണം കൂടി എന്നുള്ളത്. അത് വേറെ ഒന്നുകൊണ്ടല്ല. അല്ല അതൊന്നാമത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീഡൊക്കെ ചെയ്യണതിന്റെ പേരിലാണ് നമ്മളത് കൂടിയേക്കുന്നത്. അതിന് വേണ്ടിട്ട് നമ്മള് വർക്കൗട്ടിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭവം പറ്റുമെന്ന് അറിയില്ല, പക്ഷെ പറ്റണ ദിവസം പോവാം. ഫുഡൊക്കെ 2 ദിവസമായി. ശനിയാഴ്ച പോയി തുടങ്ങി. അയ്യോ കാലം എനിക്ക് അനക്കാനേ വയ്യായിരുന്നു. ഇത്ര നാള് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, കൊറേ നാളായിട്ട് അനങ്ങാണ്ടിരുന്നതല്ലേ പ്രഗ്നന്റ് ആയപ്പോ തൊട്ട്. അപ്പൊ അതിന്റെ നല്ല വേദനയാണ്. ഇപ്പോഴാണ് വേദനയൊക്കെ ഒന്ന് കുറഞ്ഞത്. എന്നാലും വേദനയുണ്ട് നല്ല പോലെ, കാല് എന്നാലും കുറവുണ്ട്. എന്നിട്ട് ഇന്നലെ ജിമ്മിലേക്ക് പോയിട്ട് എനിക്ക് വേദന ഞാൻ പറഞ്ഞേ. അപ്പൊ എന്നോട് സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞു കാലൊക്കെ. അപ്പൊ ട്രെയിനറെ പിടിച്ച് ഞങ്ങൾക്കറിയാം ചേട്ടനെ. അപ്പൊ ചേട്ടൻ കാലൊക്കെ പിടിച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് തന്നു. സ്ട്രെച്ച് ചെയ്തിട്ട് ഞാനൊന്ന് എണീറ്റതാ കാണുന്നത്. കാലം കൂടെ കോച്ചി പിടിച്ചു. ഞാൻ അവിടെ കിടന്ന് ഓളിയും ബഹളമായിരുന്നു അല്ലേ. അവിടെ ഒച്ചപ്പാടും പോണെന്ന് പറഞ്ഞാല് ഗംഭീര അയ്യോ അമ്മേ. അവിടെയുള്ള ജിമ്മില് വന്നേക്കണ എല്ലാവരും ഓടി വരായിരുന്നു. എല്ലാവരും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്ന് അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് അതിപ്പോ അതുക്കനെയല്ല അയ്യോ അമ്മ അങ്ങനത്തെ രീതിയില ഉറക്ക അയ്യോ അമ്മേ. അതായത് അതൊരു 1000 സ്ക്വയർ ഫീറ്റ് എന്നല്ല, അതിലും കൂടുതലുണ്ടല്ലേ. അതൊരു 10,500 സ്ക്വയർ ഫീറ്റ് ഉള്ളതിലടങ്ങി അത് മൊത്തം കേൾക്കാവുന്ന രീതിയിലുള്ള ഒച്ചയായിരുന്നു നമ്മുടെ അടുത്ത്. അത്ര എല്ലാവരും നോക്കണു, എല്ലാവരും ഇങ്ങോട്ട് വരണു. വീട്ടിൽ പോകാനുണ്ടോ, വണ്ടി ഉണ്ടോ, കാർ വിളിക്കണോ, ആംബുലൻസ് വിളിക്കണോ. അപ്പോഴേക്ക് ഡോക്ടറൊക്കെ വന്നു. ഡോക്ടർ വർക്കൗട്ട് വന്നിട്ടായിരുന്നു. ഡോക്ടർ വന്ന് മെഡിസിനൊക്കെ പറഞ്ഞു തന്നു. ഇത് കാണുന്നവർക്ക് തമാശയാ, പക്ഷെ ഇത് കാല് കോച്ചി പിടിക്കുമ്പോഴുള്ള അപ്പൊ തന്നെ ഞാൻ പോയി 2 ടാബ്ലറ്റ് മേടിച്ചിടുന്നു. ഒരു ടാബ്ലറ്റ് അപ്പൊ തന്നെ കൊടുത്തപ്പോ ഡോക്ടർ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആവെന്ന് പറഞ്ഞു. അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഓയിൽമെന്റ് പറ്റി. ഇപ്പൊ ഒന്ന് നടന്നു തുടങ്ങി, സെറ്റ് ആയിട്ടുണ്ട്. പിന്നല്ലാണ്ട് വേദന എന്നൊക്കെ പറഞ്ഞ നമ്മള് വെറുതെ കാലിങ്ങനെ വെച്ചിരുന്നാലും കാലമ്മ ഉരുണ്ട് കയറണം. അതായത് മസിൽ കയറില്ല, വേദന അത് അറിയണവർക്ക് അറിയാം. അതാണ് ഞങ്ങൾ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി നമ്മള് ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നല്ല, ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ട് ചൂടുണ്ട് കൈമോണ്ടായാലും സെറ്റ് ആക്കും. തിരിച്ചിരിക്കണേ. ഇന്ന് ഡോക്ടറെ കൊണ്ടുവരേണ്ടി വരുമെന്ന് ചോദിച്ചു. ഇന്ന് ഡോക്ടറെ എത്തിക്കേണ്ടി വരുമെന്ന്. ഇന്നലത്തെ കാര്യം ഇന്നലെ വൈകുന്നേരം ലേറ്റ് ആയി കഴിഞ്ഞപ്പോ അമ്മിച്ച് വിളിച്ചേക്കാ. ഞാൻ ഏതെങ്കിലും ആശുപത്രിയിലാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത് കേട്ടാ. പോയോ അല്ല അങ്ങനെ പോയത്. അപ്പൊ മോളിലേക്ക് കയറിയത് എങ്ങനെയാന്ന് എനിക്ക് അറിയണ്ടേ. എന്താല്ലേ സെറ്റ് ലൈഫ്. യൂട്യൂബിലൊരു കമന്റ് പോകുന്നുണ്ട്, നീ കണ്ടില്ലല്ലോ? ഞാൻ കണ്ടായിരുന്നു. എന്തിട്ടെന്ന് അറിയോ? നീ പ്രഗ്നന്റ് ആണോന്ന് വെച്ചിട്ട്. ദൈവമേ എനിക്ക് താങ്ങാൻ വയ്യ. രണ്ടാമത്തെ അതിനകത്തുണ്ടായിരുന്നു. അത് ഉണ്ടപ്പന്റെ വയറ് ഇങ്ങനെ കണ്ടട്ടാ. എന്റെ വയറ് എനിക്ക് നല്ലോണം വയറുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ വയർ കെട്ടിണ്ടായിരുന്നില്ല. നല്ല പോലെ കെട്ടണമായിരുന്നു വയറ്. പക്ഷെ എനിക്ക് ആ സ്റ്റിച്ചിന്റെ പെയിൻ കാരണം കൊണ്ട് ഞാൻ ആ വയറ് തീരെ കെട്ടിണ്ടായിരുന്നില്ല. അന്നത്തെ ആ മറ്റേ നമ്മള് എണ്ണ തേച്ച് കുളിക്കില്ലേ, എണ്ണ തേച്ച് കുളിക്കുമ്പോ നമ്മള് കെട്ടി 14 ദിവസം ഉണ്ടായിരുന്നു. അത് കെട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കെട്ടാനായിട്ട് കെട്ടി. പക്ഷെ ഞാൻ അഴച്ചിട്ടാ കെട്ടിയിരുന്നു. എന്റെ വയറ് വേദന എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വയറുണ്ട്, നല്ലോണം വയറുണ്ട്. അതുകൊണ്ട് എല്ലാവരും സുനീത അബ്രഹാം എന്നൊരു ചേച്ചിയുടെ കമന്റ് ഹാപ്പി ന്യൂസ് പ്രതീക്ഷിക്കുന്നു. വയറ് നല്ലോണം ഉണ്ട്. അത് സിസേറിയൻ കഴിഞ്ഞ എന്റെ വയറും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കമന്റ് കണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതല്ല, എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഗർഭിണിയാണോ ഇതിവിടെ നിക്കുമ്പോ മറ്റേ എന്നിട്ട് അതിന്റെ പേര് കണ്ണാടിയുടെ മുന്നിൽ നിക്കണ സമയത്ത് എനിക്കും തോന്നും ഇത് ഞാൻ പ്രഗ്നന്റ് ആണോന്ന്. കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടാ ഇവിടെ ഇറങ്ങി വരുന്നത്. അത് കണ്ടു ചിരിച്ചാവും ഗൈസ്. എനിക്ക് തന്നെ ചിരി വന്നത് കണ്ടിട്ട്. കോമഡിയാണ്, അത് ഇടാൻ പറ്റില്ല. ഞാൻ വെറുതെ എടുത്താണ്, ചുമ്മാ എടുത്തതാ. നമ്മള് ജിമ്മൊക്കെ കഴിഞ്ഞ കുറച്ച് സാധനങ്ങൾ നമ്മള് മറ്റേ ഹെൽത്തി സാധനങ്ങള്, ചപ്പാത്തി, വീറ്റ് ബ്രെഡ്,
ഇതൊന്നും എനിക്ക് തിന്നാൻ പറ്റിയ ഏത്? ഞാൻ തന്നേനെ. ഞാൻ ഈ സാധനങ്ങൾ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. സാധാരണ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകാറുള്ളതാ. ഇതിനാൻ പറ്റിയ പാനിപ്പൂരി തിന്നാൻ പറ്റിയല്ലേ? പാനിപ്പൂരിയാ? ആ അതിലൊന്നുമില്ലല്ലോ, കലോറൊന്നുമില്ലല്ലോ. നീ വേണമെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, വേണമെങ്കിൽ ജിമ്മിൽ വന്നാൽ മതി. അവൾക്ക് ഡയറ്റ് ഫുഡ് നോക്കണം, ചീട്ട് എടുക്കണം. തുടങ്ങുമ്പോഴത്തേനും ഫസ്റ്റ് തന്നെ അതാണ് ചീട്ട്. ഫസ്റ്റ് തന്നെ ചീട്ട് എന്താന്ന് അറിയണല്ലേ. നമ്മള് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഹസി ബേബി, ഹസി ബേബി ഇവിടെ. ഹസി ബേബി വന്നോണം വന്ന് മേത്ത് കയറി കളിക്കുകയാണ് അല്ലേ ഹസി ബേബി? ഹസി ബേബി വന്ന് മേത്ത് കയറി കളിക്കുകയാണ്. ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. ഗൈസ് അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഗൈസ്. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, ടാറ്റ ബൈ ബൈ. വേറെ പറയണ്ട, വേറെ ഒന്നും പറയാൻ നിൽക്കില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ നൈറ്റ്. ഞങ്ങൾ ആകെ പടായിട്ടിരിക്കുകയാണ് വന്നിട്ട്. ഇനി കുളിക്കണം, ഭക്ഷണം കഴിക്കണം. ടാറ്റ കൊടുക്കണ്ട്. ടാറ്റ.